വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ നോക്കുന്നത് RRB IBPS എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. 64 students of class 10 took part in a mathematics quiz. If the number of girls was 16 more than the number of boys, then find the ratio of the number of boys to the total number of students who took part in the quiz എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് ബോയ്സ് എന്താണ് ഇവിടെ? നമ്പർ ഓഫ് ബോയ്സ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഗേൾസ് എത്രയാണ്? ഗേൾസിന്റെ നമ്പർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എത്രയാണ്? 16 ആണ്. അപ്പം എക്സ് പ്ലസ് 16 ആണ് എന്ന് പറയുന്നത് 64 എന്ന് പറയുന്നത്. 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x എന്ന് പറഞ്ഞാൽ 48 ആണ്. അപ്പൊ എക്സ് എത്ര കിട്ടും? 24 കിട്ടും. അപ്പൊ റിക്വയർഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റിക്വയർഡ് റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ബോയ്സ് എക്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 64 എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സിന്റെ എണ്ണം 24 ഡിവൈഡഡ് ബൈ 24 പ്ലസ് എത്രയാണ്? 40 കിട്ടും. 24 പ്ലസ് 40 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ 24 ബൈ എത്രയാണ്? 80 കിട്ടും. അപ്പൊ നമുക്കിവിടെ 24 ഡിവൈഡഡ് ബൈ 64 എന്നാണ് കിട്ടുന്നത്. ഇവിടെ 3/8 എന്നാണ് റേഷ്യോ കിട്ടുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 64 സ്റ്റുഡൻസ് ഉണ്ട്. 64 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10 took part mathematics quiz ആണ്. If the number of girls is 16 more than the number of boys, find the number of boys. Then find the ratio of number of boys to the total number of students who took part in the quiz എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. വലിയ കാര്യമൊന്നുമില്ല ഇതിനകത്ത് ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an amount of 1470 is shared between Anand and Mohan in the ratio 3:4. What is the amount received by Mohan എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ആകെ എത്ര ടോട്ടൽ എമൗണ്ട്? 1770 ആണ്. 1470 ആണുള്ളത്. അപ്പൊ 2 പേർക്കായിട്ട് വീതിച്ചേക്കുക. ഒന്നാരാ? ആനന്ദ്. മറ്റേതാരാ? ആനന്ദ് മോഹൻ. റേഷ്യോ എത്രയാണ്? 3:4 ആണ് റേഷ്യോ. അപ്പൊ മോഹന് കിട്ടിയ എമൗണ്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ മോഹന് കിട്ടിയ എമൗണ്ട്, മോഹൻ ഷെയർ എത്രയാണ്? 7 ആണ് ടോട്ടല്. റേഷ്യോയുടെ സം എടുക്കുക 7. അതിൽ മോഹന്റെ റേഷ്യോ 4 ആണല്ലോ. ആണ്. ഇനി എത്രയാണ്? 1470 ആണല്ലോ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. അത് എഴുതി. ഇനി ഇത് വെച്ചിട്ട് വിട്ടാലോ? 2 പറഞ്ഞാൽ 177. അപ്പൊ 21 × 4 എത്ര കിട്ടും? 840 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 840. ഓപ്ഷൻ ഇ ആണ് ഇവിടെ ആൻസർ ആയിട്ട്. ഓപ്ഷൻ ഇ 840 ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ അത് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 2 friends received a bonus of 2000 each in their bank account. 2 പേരുണ്ട്. 2 പേരുണ്ട്. 2 friends received a bonus of 2000 each. 2 പേർക്കും എന്തുണ്ട്? 2000 rupees വെച്ചിട്ട് ഉണ്ട്. They already have 47,000 and 54,000 in their respective bank account. Ratio of the amounts in their respective accounts will be. ഇപ്പൊ 2 പേർക്ക് 2000 രൂപ ബോണസ് കിട്ടി. 2 പേർക്ക് എയും ബിയും ആണിത്. എയും ബിയും ഓൾറെഡി അവരുടെ കയ്യിൽ എത്ര രൂപ വെച്ചുണ്ടെന്ന് പറഞ്ഞു? 47,000 54,000 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി സം എടുത്താൽ പോരെ? ഇതിന്റെ എല്ലാം കൂടി സം എടുക്കുമ്പോൾ ഇത് എത്രയാവും? 49,000 ഇത് എത്രയാവും?
56,000 ആകും. ഇത് രണ്ടും കൂടി പോകുമ്പോൾ നമുക്ക് 7:8 എന്നുള്ള റേഷ്യോയിലേക്ക് പോകും. 7:8 ആണ് ഇതിന്റെ റേഷ്യോ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പരസ് ക്യാൻ കംപ്ലീറ്റ് 40% ഓഫ് വർക്ക്. പരസ് ക്യാൻ കംപ്ലീറ്റ് 40% ഓഫ് വർക്ക് ഇൻ 8 days എന്നാണ് പറഞ്ഞിരിക്കുന്നത്. While Deepti and Paras together can complete 10% of a work in a day. Find the taken by Deepti alone to do the work എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 40% ഓഫ് വർക്ക് അല്ലേ? അപ്പൊ നമുക്കിവിടെ 40% ഓഫ് വർക്ക് ഇൻ 8 days ആണ്. അപ്പൊ ഫുൾ വർക്ക് എത്ര ഡേയ്സ് കൊണ്ടായിരിക്കും പരസ് ചെയ്യുന്നത്? 40% ചെയ്യാൻ 8 days എടുക്കും. 80% ചെയ്യാൻ 16 days എടുക്കും. 100% ചെയ്യാൻ എത്ര 20 days കൊണ്ടാണ് പരസ് അവർക്ക് ചെയ്യുന്നത്. While Deepti and Paras together, ദീപ്തിയും പരസും കൂടി ഒന്നിച്ച് can complete 10% of the work in a day. So 10% of work ഒരു ദിവസം കൊണ്ട് ചെയ്യും. അപ്പൊ 100% of work എത്ര ദിവസം കൊണ്ട് ചെയ്യും? 10 ദിവസം കൊണ്ടല്ലേ ചെയ്യുന്നേ? 10 ദിവസം കൊണ്ട് ചെയ്യും. അപ്പൊ ഇത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ടേക്കൺ ബൈ ദീപ്തി അലോൺ. ദീപ്തി ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് നമുക്ക് അറിയേണ്ടത്. ടോട്ടൽ വർക്ക് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാലോ. ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 40 ആ. നമുക്ക് LCM 40 എടുക്കാം. 40/20 4. വർക്ക് ഇവിടെ 40, ടോട്ടൽ വർക്ക് 40 ആണ്. പരസ് എഫിഷ്യൻസി 2 കിട്ടും. അത് കഴിഞ്ഞ് ദീപ്തിയും പരസും തമ്മിലുള്ള രണ്ടുപേരുടെയും കൂടെ സമ്മ എഫിഷ്യൻസി 4 ആണ്. അപ്പം ഇവിടെ ദീപ്തിയുടെ എഫിഷ്യൻസി ഇതിൽ നിന്ന് എന്ത് കിട്ടും? 2 ആണ്. എഫിഷ്യൻസി ദീപ്തി എത്രയാണ്? 2 ആണെന്ന് കിട്ടി. അപ്പം ദീപ്തി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എന്താണ്? എഫിഷ്യൻസി ഓഫ് ദീപ്തിയാണ്. എഫിഷ്യൻസി ഓഫ് ദീപ്തി എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? നമുക്കിവിടെ ദീപ്തി ചെയ്യുന്ന വർക്ക് കിട്ടും. 20 days കൊണ്ടാണ് ദീപ്തി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി 20 days ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പങ്കജ് ക്യാൻ ഡു 1/4 ഓഫ് എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days. അപ്പൊ പങ്കജ് എന്ന് പറയുന്നത് പങ്കജ് ക്യാൻ ഡു 1/4 ഓഫ് എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days. അപ്പൊ 1/4 ഓഫ് എ പീസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് 6 days ചെയ്യും. അപ്പൊ ഫുൾ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? 24 days കൊണ്ട് ചെയ്തില്ലേ? അപ്പൊ പങ്കജ് 24 days കൊണ്ടാണ് ആ ഫുൾ വർക്ക് ചെയ്ത് കിട്ടുന്നത്. ഇനി ജഗന്നാഥ് ക്യാൻ ഡു 1/4 ഓഫ് ദ സെയിം വർക്ക് ഇൻ 8 days. ജഗന്നാഥ് ചെയ്യുന്നത് 1/4 ഓഫ് വർക്ക് 8 days കൊണ്ട്. ഫുൾ വർക്ക് എത്ര? 32 days കൊണ്ട് ചെയ്യത്തില്ലേ? 32 days കൊണ്ട് ചെയ്യും. Find the number of days taken to complete the together. അപ്പൊ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അവര് രണ്ടുപേരും കൂടി ടുഗദർ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. കണ്ടുപിടിക്കേണ്ടത് പങ്കജ് പ്ലസ് ജഗന്നാഥ് ഒന്നിച്ച് എത്ര ദിവസം കൊണ്ട് കണ്ടുപിടിക്കുമെന്നാണ്. നമുക്ക് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് തീർക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? LCM എടുക്കാം. നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം അല്ലെ? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. 2 4 2 8 3 24 24 × 4 96 കിട്ടി. ഇവിടെ 4 കിട്ടും. ഇവിടെ 3 കിട്ടും. അപ്പൊ എഫിഷ്യൻസി നമുക്ക് കിട്ടി. അപ്പൊ 4 3 പങ്കജിന്റെ എഫിഷ്യൻസി 4 എന്നും കിട്ടി. ജഗന്നാഥിന്റെ എഫിഷ്യൻസി 3 എന്നും കിട്ടി. 4 3 7 കിട്ടി. രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി ടോട്ടൽ 7 കിട്ടി. അപ്പൊ നമുക്ക് 96 ഡിവൈഡ് ബൈ 7 ചെയ്താലല്ലേ ഇവര് എത്ര ദിവസം കൊണ്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ 96/7 എത്രയാണ്? ഇവിടെ 7 ഒരു വട്ടം 26 ആണ്. 3 7 21 ആണ്.
അപ്പൊ നമ്മൾക്ക് ഇവിടെ 13 പോയിന്റ് എന്ന് കിട്ടും. 13 പോയിന്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഓപ്ഷനിൽ ഇല്ല, നമുക്ക് 13 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷനിലൂടെ തന്നിട്ടില്ല. അടുത്തത് റേഷ്യോ വാട്ടർ ആൻഡ് മിൽക്കിന് 72 ലിറ്റർ. റേഷ്യോ വാട്ടർ ആൻഡ് മിൽക്കിന് 72 ലിറ്റർ. 72 ലിറ്റർ ഓഫ് മിക്സർ ഈസ് 4:5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ എഴുതാം വാട്ടർ മിൽക്ക് 72 ഉണ്ട്, 4:5 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. വാട്ട് എമൗണ്ട് ഓഫ് മിൽക്ക് ഈസ് ടു ബി ആഡഡ് ടു ദിസ് മിക്സ്ചർ? എന്താണ്? ടു മേക്ക് ദ റേഷ്യോ 3:6. 3:6 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത്? വാട്ട് എമൗണ്ട് ഓഫ് മിൽക്ക് ടു ബി ആഡഡ് ടു ദിസ് മിക്സ്ചർ ടു മേക്ക് ദ റേഷ്യോ 3:6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഈ റേഷ്യോയിൽ നിന്നും ഇത് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ എത്രയാണ്? റേഷ്യോയുടെ സം 9. 9 ആണ് 72 എന്ന് പറഞ്ഞത്. അപ്പൊ 4 എത്രയാണ്? 32. അപ്പൊ വാട്ടർ മിൽക്ക്, ഇവിടെ വാട്ടർ 32 എന്ന് കിട്ടും. മിൽക്കോ ടോട്ടലിൽ 5 ആണ് മിൽക്ക് ഉള്ളത്. അപ്പൊ ഇവിടെ 8, 40 ആണ് മിൽക്ക് ഉള്ളത്. 40 ആണ് നമുക്ക് മിൽക്ക് ഉള്ളത്. വാട്ടറും മിൽക്ക് എത്ര ആണെന്ന് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എത്ര മിൽക്ക് ആഡ് ചെയ്യണം? വാട്ട് എമൗണ്ട് ഓഫ് മിൽക്ക് ഈസ് ടു ബി ആഡഡ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം എമൗണ്ട് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക? എമൗണ്ട് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുക. എമൗണ്ട് ഓഫ് മിൽക്ക് എന്ത് എക്സ് ആയിട്ട് എടുക്കും. നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് എക്സ് ലിറ്റേഴ്സ്, എന്താണ് എക്സ് ലിറ്റേഴ്സ് എമൗണ്ട് ഓഫ് മിൽക്ക് ടു ബി ആഡഡ് ടു ദിസ് മിക്സ്ചർ അപ്പൊ നമുക്ക് എന്തായി മാറും? 30, നമുക്ക് ആ റേഷ്യോ എന്തായി മാറും? 32/40 പ്ലസ് എക്സ് ആണ് ഈക്വൽ ടു എന്താക്കി മാറ്റണം? 3/6 ആകണം. 3/6 ആകണം. നമുക്കിത് ക്ലോസ് ചെയ്യാലോ. 32 × 6 ആണെന്ന് പറയുന്നത് 3 × 40 പ്ലസ് എക്സ് എന്ന് പറയുന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് 192 ഈക്വൽ ടു 120 പ്ലസ് 3x ആണ്. നമുക്ക് 192 120 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 72 ഈക്വൽ ടു 3x എന്ന് കിട്ടും. എക്സ് എന്ത് കിട്ടും? 72/3. ഒരു 3 3 2 3 6 12 4 3 24. എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 24 കിട്ടും. എക്സിന്റെ വാല്യൂ ഓപ്ഷൻ എ 24 ആണ് ഇവിടെ. എക്സിന്റെ വാല്യൂ ഇവിടെ 24 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് in what ratio should a grocer mix wheat rupees 2.25 kilogram and rupees 2.75 kilogram per kilogram so that the obtained mixture becomes rupees എന്താണ് 2.534 kilogram എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീറ്റ് 2.25 കിലോഗ്രാം, 2.75 കിലോഗ്രാം രണ്ടുകൂടെ ഒപ്റ്റൈൻ മിക്സ് എന്താ? ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്യാണ് നമ്മൾ കേട്ടോ. അപ്പൊ എന്താണ്? ഗ്രോസർ മിക്സ് വീറ്റ് ഇത്ര കിലോഗ്രാം, അതുപോലെ തന്നെ ഇതും വീറ്റ് തന്നെയാണ്. ഇത്രയും രൂപ വില ഉള്ള പെർ കിലോഗ്രാം വിലയുള്ളതാണ്. നമുക്ക് ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ 2.534 പെർ കിലോഗ്രാമിൽ കിട്ടണം. മിക്സ് ചെയ്യുമ്പോൾ ഇതിന്റെ ഏത് റേഷ്യോയിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ ഇത് കിട്ടും? ഈ ഒരു രീതിയിൽ വില കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ റേഷ്യോ അറിയില്ല. റേഷ്യോ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇത് മൈനസ് ചെയ്യുക. 2.2534 മൈനസ് 2.2504
13 5 പോക എത്രയാണ്? 13 നമ്മൾ 5 എടുത്ത് കളഞ്ഞു 8 കിട്ടും. 4 2 പോയ 2 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 0.284 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 0.284 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയോ 2.750 മൈനസ് 2.534 14 പോയ 6, ഇവിടെ 4 3 പോയ 1, 7 5 പോയ 2, 2.126 എന്നും കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ റേഷ്യോ. നമുക്ക് പോയിന്റ് ഒക്കെ കളഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ 216 ഡിവൈഡ് ബൈ 284 കിട്ടും. ഇതിനെ നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇത് നമുക്ക് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാല് 54 ഡിവൈഡ് ബൈ 71 എന്ന് കിട്ടും. അപ്പം ഇതിനെ നമുക്ക് 54 ഡിവൈഡ് ബൈ 72 എന്ന് റൗണ്ട് ചെയ്ത് എഴുതാം. സോ ദാറ്റ് 3/4 കിട്ടും. അപ്പൊ എത്ര കിട്ടും? 3:4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 3:4 ആണ്. അപ്പൊ ആൻസർ എന്താണ്? 3:4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഷോപ്പ് കീപ്പർ പർച്ചേസ് 2 വെറൈറ്റീസ് ഓഫ് റൈസ്. എത്രയാണ്? 1 80 കിലോഗ്രാം, 2 13.50 കിലോഗ്രാം ആൻഡ് 120 കിലോഗ്രാം അറ്റ് 16 per kg എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 80 കിലോഗ്രാം എത്ര? 13.50, 16 വിലയുള്ള രണ്ട് സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഷോപ്പ് കീപ്പർ ബീങ് ഗ്രീഡി മിക്സ് 2 വെറൈറ്റീസ് ഓഫ് റൈസ് ആൻഡ് സോൾഡ് മിക്സർ ഓഫ് ഗെയിൻ. എത്രയാണ്? 16% നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ 16% ഗെയിൻ കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്കിവിടെ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. ആദ്യത്തെ കോസ്റ്റ് പ്രൈസ് 80 ഇൻറ്റു 13.50 അല്ലേ, പ്ലസ് രണ്ടാമത്തെ 120 ഇൻറ്റു 60 അല്ലേ. അപ്പൊ ആദ്യത്തെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1080 കിട്ടും. 1080 കിട്ടും. രണ്ടാമത്തത് 1920 1920 കിട്ടും. ഇത് രണ്ടും കൂടി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് 3000 ആണ് എന്ത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 80 പ്ലസ് 120 ആണ്. 80 കിലോഗ്രാമും 120 കിലോഗ്രാം, അപ്പൊ ടോട്ടൽ 200 കിലോഗ്രാം ആണ് ഉള്ളത്. അപ്പൊ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എത്ര? കോസ്റ്റ് പ്രൈസ് പ്ലസ് 15% ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. ടോട്ടൽ 15% പ്രോഫിറ്റ് അല്ലേ വേണ്ടുന്നത്. അപ്പൊ ഈ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 3000 ആണല്ലോ. അപ്പൊ 3000 ഇൻറ്റു എന്ത് ചെയ്യുക? 16/100. 3000 പ്ലസ് 3000 ഇൻറ്റു എന്ത് ചെയ്യുക? 16/100 ചെയ്യുക. ടോട്ടൽ പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാന്ന് വെച്ചാൽ 3480 ആണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് പെർ കിലോഗ്രാം കണ്ടുപിടിക്കുക. ടോട്ടൽ ഇത്രയും രൂപ നമുക്ക് കിട്ടണം, കയ്യിൽ കിട്ടണം. അപ്പൊ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് 3480 ഡിവൈഡ് ബൈ 200 കിലോഗ്രാം അല്ലേ മൊത്തമുള്ള, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യല് 17.40 എന്ന്. ഈ ഒരു 0 വെട്ടിപ്പോയി. പിന്നെ നമുക്ക് ഇവിടെ വെട്ടാനായിട്ട് 10 2 20 1 2 2 4 2 17.4 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നമുക്ക് ഇത് അലിഗേഷൻ ഉപയോഗിച്ചും ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 84 ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു 8 മൈനസ് 15 divided by 8 into 2 into 19 minus 5 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ 35, 19 മൈനസ് 35 ആണ്. നമുക്കിവിടെ 35 ആണ് ഈ ക്വസ്റ്റ്യൻ. 35. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ബോർഡ് മാസ് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
18/32 ചെയ്യുക ഇൻറ്റു 8 ചെയ്യുക ഇൻറ്റു 15 - 8 ഇൻറ്റു 19 - 35 എന്നാണല്ലോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആദ്യം ബ്രാക്കറ്റിലുള്ളത് ഇത് ചെയ്യാം, ബ്രാക്കറ്റിനകത്തുള്ളത്. അപ്പം ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യുമ്പോൾ -16 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് ഇൻറ്റു ഉണ്ട്, 15/8 അതുപോലെ ഉണ്ട്. ബാക്കി നമുക്കെല്ലാം 84/32 ഇൻറ്റു 8 - 15 എല്ലാം അതുപോലെ ഉണ്ട്. 84/32 ഇൻറ്റു 8 എന്ന് പറയുന്നത് -15/8 എന്ന് പറയുന്നത് ഇൻറ്റു -16 ആണ്. അപ്പൊ നമുക്കിത് 8 4 32 ആണ്. 21 മൈനസ് +30 അല്ലേ വരുന്നത്, +30 വരും. ഇവിടെ 51 എന്നാണ് ആൻസർ വരുന്നത്. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 51 എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത ഫൈൻഡ് ദ വാല്യൂ 72 divided by 4 into 8 into 4 minus 14 minus 9 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 74/4 into 72 divided by 4 എന്ത് ചെയ്യുക 8 into 4 മൈനസ് എന്ത് ചെയ്യുക ഈ അകത്തുള്ള ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് -5 ആണ്. ബ്രാക്കറ്റിനകത്തുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നെ ഡിവിഷൻ ആണല്ലോ ചെയ്യേണ്ടത്. ആദ്യം ബ്രാക്കറ്റിലുള്ളതെല്ലാം ചെയ്യാം. അപ്പൊ 72/4 8 4 32 പ്ലസ് ഈ മൈനസ് എന്തായി +5 ആയി. 72 37 എന്ന് കിട്ടും. അതിനുശേഷം ഇത് രണ്ടും കൂടി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും 18 4 22 ഇൻറ്റു 37 എന്ന് കിട്ടും. നമുക്ക് 18 ഇൻറ്റു 37 8 56 5 റിമൈനർ 1 7 8 34 31 5 36 ഒരു 666 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 666 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പേഴ്സൺ പേസ് ₹8,000. എത്രയാണ് 8,000 as an amount on the sum of ₹6,000 he had borrowed for 3 years. What will be the rate of interest? അപ്പൊ 8,000 ആണ് എമൗണ്ട്, 6,000 ആയിരുന്നു സം. ഇപ്പൊ എത്ര 3 വർഷം കൊണ്ട് 2,000 അല്ലേ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ 2,000. അപ്പൊ നമുക്ക് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇത് കിട്ടിയില്ലേ, എന്താ ഇൻട്രസ്റ്റ് കിട്ടി. ഇനി നമുക്ക് ടൈം 3 ആണെന്നറിയാം, റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ് P × RT/100 ആണല്ലോ എത്ര കിട്ടിയത് 2,000 എന്ന് കിട്ടിയത്. P എത്രയാണ് സം നമുക്കറിയാം എത്രയാണ് 6,000 പീരീഡ് 3 റേറ്റ് അല്ലേ അറിഞ്ഞൂടാത്തത്. ഇത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2,000 തന്നെ കിട്ടും. നമുക്ക് 180 R = 2,000 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് R = 2,000 divided by 180 എന്ന് കിട്ടും. അപ്പം നമുക്ക് 11 and 11% എന്നാണ് ഇവിടെ കിട്ടുന്നത് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.